പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഗ്രീക്ക് സമൂഹത്തിൻ്റെ പുരാതനമായ ഒരു വിശ്വാസത്തിൽപ്പെട്ട ഒരു ചരിത്രം, ഒരു കഥ പറയുന്നുണ്ട്. പെന്തലഗോസ് പർവ്വതത്തിന് സമീപത്ത് താമസിക്കുന്ന ഇക്കാറിയോസ് എന്ന് പറയുന്നൊരു കർഷകനും കുടുംബവും. മുന്തിരി കൃഷിയാണ് അയാളുടെ പ്രധാനപ്പെട്ട തൊഴിൽ. ഈ മുന്തിരി കർഷകൻ അയാളുടെ മുന്തിരികൾ പാകപ്പെടുമ്പോൾ അതിൽ പറിച്ച് കച്ചവടത്തിനായി സ്വരൂപിക്കുന്നത് ഒരു ഭരണിയിലാണ്. അങ്ങനെ നിരവധി ഭരണികൾ ഒന്നൊന്നായി നിറയുമ്പോൾ ഒരു ഭരണിയിലായി നിറച്ചു വെച്ചാണ് അയാൾ കച്ചവടം ചെയ്യാറുള്ളത്. അങ്ങനെ ഒരിക്കൽ അയാൾ നിറച്ചു വെച്ച ഒരു ഭരണി അയാളുടെ അശ്രദ്ധ കൊണ്ട് അതേറെ നാൾ അത് തുറന്നിട്ടേ ഉണ്ടായിരുന്നില്ല. ഒരുപാട് കാലത്തിന് ശേഷമാണ് അയാൾ ആ ഭരണി തുറക്കുന്നത്. ആ ഭരണി അയാളന്ന് തുറക്കുമ്പോൾ അത് നിറച്ച് ആ മുന്തിരിയിലെ ചാറ് ഒരു വീഞ്ഞിൻ്റെ രൂപത്തിൽ കാണപ്പെടുകയുണ്ടായി. അന്നാദ്യമായി ആ ഒരു പാനീയത്തെ കണ്ട ആ മനുഷ്യൻ അത് രുചിച്ചു നോക്കുമ്പോൾ അതിന് വല്ലാത്തൊരു ആസ്വാദനമുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് അയാൾ പാനം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അത് അയാൾ ഉപയോഗിക്കുന്നുണ്ട്. വ്യക്തിപരമായി ഉപയോഗിക്കുമ്പോൾ അതിൽ വല്ലാത്തൊരു ഉന്മാദവും ഒരു മത്തുമൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ അയാളുടെ ഇടയന്മാരെ കൂടി, അവിടെയുള്ള പരിചയക്കാരായ സുഹൃത്തുക്കളായ ആട്ടിടയന്മാരെ കൂടെ കൂട്ടി അയാളുടെ മകളും അയാളുടെ വളർത്തുനായിയും അവിടെ ഇല്ലാത്ത സമയം നോക്കി ആ വീട്ടിൽ അവരൊരു സൽക്കാരം ഒരുക്കി അവർ അത് കുടിക്കാൻ തുടങ്ങി. ഓരോ ഗ്ലാസ്സുകൾ കുടിക്കുന്നതോറും അവർക്ക് കൂടുതൽ ആവേശവും ഉന്മാദവും പിടിപെട്ടുകൊണ്ടേയിരുന്നു. അത് കളിയും ചിരിയും തമാശകളും പാട്ടും ആട്ടവുമൊക്കെയായി മാറി. അത് പരസ്പരം ചീത്തവിളിയിലേക്ക് മാറി. അത് കയ്യാങ്കളിയിലേക്ക് മാറി. അവസാനം ഇക്കാറിയോസ് എന്ന് പറയുന്ന ഈ മുന്തിരി കർഷകനെ ഈ രണ്ട് ആട്ടിടയന്മാർ ചേർന്ന് കൊന്നുകളയുന്നൊരവസ്ഥയിൽ വന്ന് അവസാനിക്കുന്നുണ്ട്. ഈ ഗ്രീക്ക് പുരാണത്തിൽ പറയപ്പെടുന്നത് ലോകത്താദ്യമായി മദ്യസേവ നടത്തിയത് ഇക്കാറിയോസ് ആണെന്നും ഇതാണ് ആ ലോകത്തെ ആദ്യമായി പഴച്ചാറുകളിൽ നിന്ന് ലഹരിയുടെ പദാർത്ഥം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ലോകത്ത് ആദ്യമായി തെളിയിച്ചയാളും അല്ലെങ്കിൽ ആദ്യത്തെ സംഭവം ഇതാണെന്നാണ് അവരുടെ വാദഗതി. ഇതൊരു കഥ മാത്രമാണ്. ലോകത്ത് ആദ്യമായി ആരാണ് മദ്യസേവ നടത്തിയെന്ന് നമുക്കറിയില്ല. ലഹരി കണ്ടുപിടിച്ചവൻ, ലഹരി പദാർത്ഥങ്ങളെ കണ്ടുപിടുത്തം നടത്തിയത് ആരാണെന്നോ എങ്ങനെയാണ് ഉപയോഗം ആരംഭിച്ചതെന്നോ നമുക്കറിയില്ല. പക്ഷേ ഈ ഒരു കഥയുണ്ടല്ലോ, ഈ കഥയിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നേർചിത്രം എന്നുള്ളത് ആദ്യമായി ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്ന ആ സംഘത്തിൽ പോലും അത് അവസാനം വന്ന് കലാശിക്കുന്നത് ഒരു കൊലപാതകത്തിലാണ്. വന്ന് കലാശിക്കുന്നത് ഒരു മനുഷ്യൻ്റെ കൊലയിലേക്കാണ് എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധേയമായിട്ടുള്ളത്. അത് ഇന്നും തുടരുന്നു. അന്ന് യാഥാർത്ഥ്യമാകട്ടെ അല്ലാതിരിക്കട്ടെ, ലഹരി പദാർത്ഥങ്ങൾ എന്നുള്ളത് അത് എല്ലാ സർവ്വ തിന്മകളുടെയും ഉറവിടമെന്നാണ് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുന്നത്. മിഫ്താഹുൽ ലിശ്ശർ എന്ന്, ലാ തശ്റബുൽ ഖംർ, നിങ്ങൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ലഹരി ഉപയോഗിച്ചാൽ ഫൈനഹാ മിഫ്താഹുൽ ലിശ്ശർ, അത് സർവ്വ തിന്മകളിലേക്കുമുള്ള താക്കോലാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലഹരിയുടെ ഉപയോഗം തിന്മയായത് എന്തുകൊണ്ടെന്നറിയുമോ? ആ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ സ്വാഭാവികമായി സർവ്വ തിന്മകളും പ്രവർത്തിക്കാൻ അവൻ്റെ മനോനില പരുവപ്പെട്ടു പോകുമെന്നുള്ളത് കൊണ്ടാണ്. കാരണം മനുഷ്യനുള്ളത് വിവേകമാണ്, വിശേഷ ബുദ്ധിയാണ്. മനുഷ്യൻ്റെ വിശേഷ ബുദ്ധിയും വിവേകവും തകരാറാക്കുന്ന മദ്യത്തിൻ്റെ ലഹരി അവനെ മൃഗമാക്കി മാറ്റും. മൃഗത്തേക്കാൾ അധമനായി പ്രവർത്തിക്കാൻ അവനെ പ്രേരിപ്പിക്കുമെന്നുള്ളത് കൊണ്ടാണ് മദ്യപാനത്തെയും ലഹരിയുടെ ഉപയോഗത്തെയും വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഖശിതാന്തം വിമർശിച്ചതും സർവ്വ തിന്മകളുടെയും താക്കോലാണെന്ന് പറഞ്ഞതും. ഈ റസൂല് പറയണ്ട, അള്ളാഹുവും പറയണ്ട, ആ പറഞ്ഞതൊക്കെ മാറ്റിവെക്കൂ. അതെല്ലാം മാറ്റിവെച്ചിട്ട് അള്ളാഹും റസൂലും പറഞ്ഞതൊന്നും നമുക്ക് നോക്കണ്ട. ഈ വിഷയത്തിൽ നേരെ ഡയറക്റ്റ് നമ്മുടെ ഈ സമൂഹത്തിലേക്ക് നോക്കൂ. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചുവർചിത്രങ്ങൾ വായിച്ചു നോക്കിയാൽ ലോകത്തിന് ഏറ്റവും അപകടകാരിയായി മാറിയിരിക്കുന്നത്, ലോകത്ത് നേരിടുന്ന ഏറ്റവും വലിയ വിനാശകാരി എന്നുള്ളത് ലഹരി പദാർത്ഥമാണ്. ആ ലഹരി കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. നല്ലൊരു കുടുംബജീവിതം ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഇത് വ്യക്തിയെ മാത്രം കാണുന്നതിന് സംഗതിയല്ല. പലപ്പോഴും അങ്ങനെയാണ് ലഹരി പദാർത്ഥത്തിനെതിരെയുള്ള ബോധവൽക്കരണങ്ങൾ പോലും നടപ്പിലാക്കുന്നത്. ഇത് വ്യക്തികൾക്കുള്ള ഒരു വ്യക്തികളെ നശിപ്പിക്കുന്നുണ്ട്, ആരോഗ്യത്തിന് നശീകരണം ഉണ്ടാക്കുന്നുണ്ട് എന്ന നിലയിലാണ്. ഈ ആൽക്കഹോൾ ആണെങ്കിലും അതുപോലെ മറ്റു നിലയിലുള്ള ലഹരി പദാർത്ഥങ്ങൾ, കഞ്ചാവ് പോലെയുള്ള ലഹരി ഉൽപ്പന്നങ്ങളാണെങ്കിലും മയക്കുമരുന്നുകളാണെങ്കിലും ഇതെല്ലാം
ഒരു മനുഷ്യ ശരീരത്തെ നശിപ്പിക്കും, അവന് ക്യാൻസർ ഉണ്ടാക്കും, അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് പ്രധാനമായും ബോധവൽക്കരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മെസ്സേജുകൾ, സന്ദേശങ്ങൾ. അത് വ്യക്തികൾക്ക് ബാധിക്കുന്ന ക്യാൻസർ മാത്രമല്ല, സമൂഹത്തെ പോലും ബാധിക്കുന്ന ക്യാൻസർ ആണെന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാകുന്നില്ല. ഒരു സമൂഹത്തെ തന്നെ പാടെ നശിപ്പിക്കാൻ പോകുന്ന വില്ലനാണ് ഈ ലഹരി പദാർത്ഥങ്ങൾ എന്നുള്ളത്. സർവ്വ മനുഷ്യനെയും ബാധിക്കുന്ന പ്രശ്നമാണിത്. ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലമാണ് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ, കഠിനമായ പ്രത്യാഘാതങ്ങൾ സമൂഹം അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നാനാ തുറകളിലും വ്യക്തികൾക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നു. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ, 75% ക്യാൻസർ പേഷ്യൻറ്റുകളെയും ക്യാൻസർ രോഗികളാക്കി മാറ്റിയുള്ളത് ലഹരിയുടെ ഉപയോഗമാണ്. 35% വാഹന അപകടങ്ങളുടെ കാരണം ലഹരിയുടെ ഉപയോഗമാണ്. ഈ ലഹരി ഉപയോഗിച്ചിട്ട് മദ്യത്തിൻ്റെ ലഹരിയിൽ അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ലഹരിയിൽ അബോധാവസ്ഥയിൽ മനുഷ്യൻ വാഹനവും കൊണ്ട് തെരുവിലിറങ്ങുമ്പോൾ ചതഞ്ഞരഞ്ഞു പോകുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്, സ്കൂളിൽ പോകാൻ നിൽക്കുന്ന കുട്ടികളാണ്, കുടുംബത്തിന് വേണ്ടി പണിയെടുക്കാൻ പോകുന്നവരാണ്. അങ്ങനെ എത്ര സാധാരണക്കാരായ മനുഷ്യൻ്റെ ജീവൻ, 35% ആക്സിഡന്റുകളുടെയും കാരണം ലഹരി പദാർത്ഥം എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമാണോ? അത്രയും വലിയ പ്രശ്നം ഇവിടെ ഉണ്ടാവും. സാമൂഹ്യ രംഗത്ത് വലിയ തിന്മയുണ്ടാകുന്നുണ്ട്. ഈ അപകട മരണങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ ലഹരിയുടെ നിരന്തരമായ ഉപയോഗം കാരണം അതിന് അഡിക്റ്റായവർ, അതിൻ്റെ അഡിക്ഷനായി മാറിയവർ, അതിനുവേണ്ടി പണം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏത് അക്രമങ്ങൾക്കും തയ്യാറായി നിൽക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഇവിടെ ചെറിയ കുട്ടികൾക്കിടയിൽ പോലും വ്യാപകമായി മദ്യത്തിന് ഉപയോഗം നിൽക്കുന്നുണ്ട്, ലഹരിയുടെ ഉപയോഗം നിൽക്കുന്നുണ്ട്. ആദ്യമൊക്കെ സൗജന്യമായി കൂട്ടുകെട്ടിൻ്റെ പേരിൽ കിട്ടുമ്പോൾ പിന്നെ ഇതൊരു അഡിക്ഷനായി മാറിയിട്ട് ഇത് ഒഴിവാക്കാൻ കഴിയാത്തൊരു പരുവത്തിലേക്ക് ഒരു മനുഷ്യൻ മാറിക്കഴിയുമ്പോൾ അതെങ്ങനെയും വാങ്ങിക്കാൻ വേണ്ടി എത്ര വില ഉണ്ടെങ്കിലും വില കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട് ഏത് ആഭാസത്തരങ്ങളും അക്രമങ്ങളും അഴിച്ചുവിടാൻ ഈ യുവതലമുറ ഇന്ന് തയ്യാറാണ്. അതിൻ്റെ പേരിൽ കൊട്ടേഷൻ മണിയാണെങ്കിൽ കുഴപ്പമില്ല, ആളെ തല്ലിയിട്ടാണെങ്കിലും കൊന്നിട്ടാണെങ്കിലും പണം കിട്ടിയാൽ ആ പണം കൊണ്ടുപോയി ലഹരി ഉപയോഗിക്കാമെന്ന് കണക്കാക്കുന്നവർ സമൂഹത്തിൽ പിടിച്ചുപറി വർദ്ധിക്കുന്നു, മോഷണങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. ഈ ഹെൽമറ്റ് ഇട്ടുകൊണ്ട് ചില 1-2 പയ്യന്മാർ ഹെൽമറ്റ് ഇട്ടുകൊണ്ട് പേഴ്സ് പിടിച്ചു പറിക്കാനും മാല പൊട്ടിക്കാനും നടക്കുന്നതിൽ മഹാഭൂരിപക്ഷം ആൾക്കാരും ഗതികേട് കൊണ്ട് കുടുംബത്തിൻ്റെ പട്ടിണി കണ്ടിട്ട്, അതൊക്കെ പണ്ടൊക്കെ മോഷ്ടിക്കാറങ്ങുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് അവനെ കള്ളനാക്കിയ സമൂഹമാണെന്ന്. എന്തുകൊണ്ട്? അവൻ്റെ കുടുംബം മുഴുവൻ പട്ടിണിയാണ്. ആ പട്ടിണി ആരും മനസ്സിലാക്കിയില്ല. ആ പട്ടിണി പോക്കാനുള്ളൊരു വഴിയും ഒരു സമൂഹവും കാണിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അയൽപക്കത്തെ പറമ്പിൽ കയറിയിട്ട് അവൻ തേങ്ങ അടച്ചിട്ടുണ്ടാകും, അയൽപക്കത്തെ പറമ്പ് കയറി വാഴക്കൊല വെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു കപ്പ പിടിച്ചിട്ടുണ്ടാകും. അതിനപ്പുറത്തൊന്നും ഒരു മനുഷ്യനും കക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? കാരണം അവൻ വയറ്റിപ്പഴപ്പിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ പട്ടിണി കണ്ടിട്ട് മോഷ്ടിക്കാൻ ഇറങ്ങിയവനാ. ഇന്ന് ചെയിൻ ഇറക്കാൻ വേണ്ടി ഇറങ്ങുന്നവനും കാതർ അറുത്തുകൊണ്ട് കമ്മൽ കൊണ്ടുപോകുന്നതും ആരും കുടുംബത്തിന് പോറ്റാൻ വേണ്ടിയിട്ടല്ല, കഞ്ചാവ് അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾക്ക് പണമില്ലാത്തത് കൊണ്ട്. ഈ ലഹരി ഉപയോഗം കാരണം സമൂഹത്തിനുണ്ടാകുന്ന നഷ്ടങ്ങളാണിത്. ജനങ്ങൾക്ക് പൊതുറോഡിലൂടെ സുരക്ഷിതമായി നടക്കാൻ നിവർത്തിയില്ല. കള്ളസംഘങ്ങളും കൊള്ളക്കാരുമായിട്ട് ഇന്നത്തെ യുവതലമുറ മാറിയിരിക്കുന്നു. അവർക്ക് ലഹരിയാണ് ജീവിതം, ലഹരിക്ക് വേണ്ടി അടിമപ്പെട്ടിരിക്കുന്ന ജീവിതമാണ്. അത് കിട്ടാതെ വന്നാൽ ഏത് അക്രമത്തിനും തയ്യാറാണ്. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വന്തം മാതാവിനെ കൊന്നുകളഞ്ഞില്ലേ? ഒരു മുസ്ലിം പേരല്ലേ അവനും? 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ അതിക്രൂരമായി കൊന്നുകളഞ്ഞു ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട്. ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടാക്കിയതിന്റെ പ്രതികാരം കൂടിയാണത്. ആലോചിച്ചു പോകണം എത്ര ഗൗരവമുള്ള വിഷയമാണെന്ന്. കൊലപാതകങ്ങൾ, 1-2 കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത്. എത്ര കൊലപാതകങ്ങൾ ഈ ലഹരിക്കടിമപ്പെട്ടുകൊണ്ട്, എത്ര സംഘടനകൾ, എത്ര കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. എത്ര കുടുംബങ്ങളാണ് വലിയ സ്വപ്നങ്ങളുമായിട്ടാണ് ഒരു മകളെ ഒരു ഉമ്മയും ഉപ്പയും ചേർന്നിട്ട് നാടൊട്ടാകെ വിളിച്ചു വരുത്തി, എല്ലാവരെയും ക്ഷണിച്ചു വരുത്തി ആഘോഷമായി വിവാഹം നടത്തിയിട്ട് ജീവിതത്തിലേക്ക് കടത്തിവിടുന്നത്. പയ്യനെ ഒരു കുഴപ്പമില്ല, നല്ല ഡീസന്റ് പയ്യന, നല്ല പയ്യനെന്നാ പറയുന്നത്. ആ വിവാഹം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് അറിയുന്നത് നിരന്തരമായ ലഹരി മരുന്നിന് അടിമയാണെന്ന്. ലഹരിക്കടിമപ്പെട്ട് നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്നവനാണെന്ന് അറിയുമ്പോൾ അപ്പോഴത്തേക്കും പ്രഗ്നന്റ് ആയിരിക്കും, ഒരു കുഞ്ഞ് ജനിച്ചിരിക്കും. അവർ പിന്നെ എങ്ങനെ മുന്നോട്ട് പോവുക? എത്രയൊക്കെ സഹിച്ച്, എത്രത്തോളം സഹിക്കാൻ കഴിയും? നിരന്തരമായി ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ, ഒരു പെൺകുട്ടി എത്ര കാലം സഹിക്കും? ഒരു ഉമ്മ എന്ന നിലയിൽ ഒരു മക്കൾ എങ്ങനെ കണ്ടിരിക്കും? ഒരു വീട്ടിലെ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ മകൻ, അവന്റെ അധ്വാനത്തിന്റെ സമ്പാദ്യത്തിന്റെ വലിയൊരു വിഹിതവും ലഹരിക്ക് വേണ്ടിയിട്ട് അവൻ മാറ്റിവെക്കുമ്പോൾ അത് നഷ്ടപ്പെടുത്തുന്ന ആർക്കാണ്? എൻ്റെ അവകാശികൾക്കാണ്. മക്കളാണ് പട്ടിണിയിലേക്ക് പോകുന്നത്. തൻ്റെ മക്കൾ കഴിക്കാനുള്ളത്, മാതാപിതാക്കൾക്ക് മരുന്ന് മേടിക്കാനുള്ളത്, തൻ്റെ ഭാര്യയ്ക്ക് വസ്ത്രം മേടിക്കാനുള്ളത്, ആ പണമാണ് ഓരോ ഗൃഹനാഥന്മാരും കള്ളുകുടിച്ചും കഞ്ചാവടിച്ചും കളയുന്നത്. ഇതെല്ലാം കളഞ്ഞിട്ട് അബോധാവസ്ഥയിൽ വീട്ടിലേക്ക് കയറി വന്നിട്ട് പച്ചാഭാസത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ അതൊക്കെ കാത് പൊത്തിപ്പോലും കേൾക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എത്ര കുടുംബങ്ങളാണ് ഉറക്കം നഷ്ടപ്പെട്ട രാവുകളുമായി കഴിഞ്ഞു പോകുന്നത്. വീട്ടിലേക്ക് വാപ്പ വരുന്നത് ഭയന്നിരിക്കുന്ന മക്കൾ, അത് വല്ലാത്തൊരു ഭയമാണ്.
എത്ര ഉമ്മമാരും ബാപ്പമാരുമാണെങ്കിലും മകൻ വരുന്നത് ഭയന്നിട്ട് വീട്ടിനകത്ത് നേരത്തെ കയറി കിടന്നുറങ്ങുന്നത്. ഈ ഉമ്മമാർക്ക് വീട്ടിനകത്ത് സ്വസ്ഥതയില്ലാതെ ഭയന്നിട്ട് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഏതവസ്ഥയിലാണ് അവൻ വരുന്നതെന്നറിയാതെ മകന്റെ വരവിനെ ഭയന്നുകൊണ്ട് കഴിയുന്ന ഉമ്മമാര്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ ഉമ്മയെ കയറി പിടിച്ചവൻ ഭോഗാസക്തിയോടുകൂടി ആ ഉമ്മയെയും പ്രാപിക്കാൻ ശ്രമിച്ച മനുഷ്യർ ഈ രാജ്യത്തിലെ നമ്മുടെ നാട്ടിലാ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര വലിയ തിന്മയാണ്. എന്ന് സർവ്വ തിന്മകളുടെയും താക്കോലാണ്, സർവ്വ തിന്മകളുടെയും താക്കോലാണ്. അത് ഒരുപാട് നാശങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവണം. ഇതെന്തുകൊണ്ട് വ്യാപകമായി കുട്ടികൾക്കിടയിൽ വരെ നമ്മൾ ഈ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് ഈ കാലഘട്ടത്തിന്റെ പുരോഗതി വേണം, നമുക്ക് ഈ കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസം വേണം, ഈ കാലഘട്ടത്തിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ തൊഴിലുകൾ വേണം, നാലുക്കൊപ്പം നല്ലതുപോലെ നമുക്കിവിടെ ജീവിക്കണം എന്ന രീതി മാത്രമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെറിയ മക്കൾ പോലും നമ്മുടെ കൺട്രോളിൽ പോലും നിൽക്കാത്ത വിധത്തിൽ ലഹരിക്കടിമപ്പെട്ടു പോകുന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. നമ്മുടെ മക്കൾ പോലും പ്രൈമറി സ്കൂൾ മുതൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലഹരി അവർക്ക് സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. ഇത് വലിയ അപകടകരമാണ്. 14 വയസ്സുള്ള തിരുവനന്തപുരം ജില്ലയിലെ 14 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് മരണപ്പെട്ടത്. കഴിഞ്ഞ വർഷം മരണപ്പെട്ട ഒരു പോലീസുകാരൻ്റെ മകളാണ്. ഇവിടുത്തെ ഒരു മുതിർന്ന പോലീസുകാരൻ്റെ മകളാണ് മരണപ്പെട്ടത്. 14 വയസ്സേ ഉള്ളൂ. ദുരൂഹ മരണം. പോസ്റ്റ്മോർട്ടം ഒക്കെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ കുഴപ്പമൊന്നുമില്ല. നിരന്തരമായ ലഹരിക്കടിമപ്പെട്ടിരിക്കുന്ന പെൺകുട്ടി, പോലീസുകാരൻ്റെ മകള് സ്കൂളിന്റെ മതിൽ ചാടി കടന്നു വരുന്ന മയക്കുമരുന്ന് മാഫിയയുടെ റാക്കറ്റിൽ പെട്ടുപോയി. നിരന്തരമായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. പ്രകൃതി വിരുദ്ധ ക്രൂരമായ ബലാത്സംഗങ്ങൾക്ക് പോലും ഈ പെൺകുട്ടി ഇരയാക്കപ്പെട്ടിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെല്ലാം പുറത്തു വരുന്നത് അതുവരെ അറിഞ്ഞിട്ടില്ല. അച്ഛൻ അറിഞ്ഞില്ല, അമ്മ അറിഞ്ഞില്ല, പോലീസുകാരാ അവരുടെ സംരക്ഷണയിലെ ഈ സമൂഹം ഇറങ്ങുന്നത്. അവരാണ് ഇവിടെ ജനങ്ങളെ സംരക്ഷിച്ചു പിടിക്കേണ്ടത്. അവരെ വീട്ടിനകത്തുള്ള പെൺകുട്ടി പോലും ലഹരിക്കടിമപ്പെട്ടതോ ലഹരി റാക്കറ്റുകൾ മാഫിയകളുടെ കയ്യിൽപ്പെട്ടുകൊണ്ട് അതിക്രൂരമായി ബലാത്കാരത്തിനിരയായതോ അറിഞ്ഞിട്ടില്ല. അങ്ങനെ എത്ര സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ നഷ്ടങ്ങൾ ഈ സമൂഹത്തിലേക്ക്, ഈ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിനെ പിറകോട്ടടിക്കുന്നുണ്ട് ഈ ലഹരിയുടെ ഉപയോഗം. ഇതെല്ലാം നമ്മൾ ആലോചിച്ചു. ഒരു തലമുറയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തലമുറ, അടുത്ത വരാനിരിക്കുന്ന ഒരു തലമുറ മുഴുവൻ മദ്യത്തിന്റെ ആസക്തിയിൽ മയക്കുമരുന്നിന്റെ അടിമകളായി. ഈ മദ്യം എന്നുള്ള വാക്കിനെങ്കിലും പ്രസക്തിയില്ല ഇന്ന്. മദ്യപാനം ഇല്ലാന്ന്, മദ്യപാനവും ഇല്ല. അങ്ങനെ മുകളില LSDയും MDMAയും അതിനൊക്കെ മുകളിലോട്ടുള്ള അതിനൊക്കെ പേര് പോലും പലരും നമുക്കറിയില്ല. എന്നൊക്കെ ഒരുപാട് ആധുനികമായ ഒരുപാട് പുതിയ പുതിയ പേരുകൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ചില ആൾക്കാർക്ക് പരാതി എന്നുള്ളത് ലഹരിയിൽ മായം ചേർക്കുന്നു എന്നാണ്. അതേപോലെ ലഹരിയിൽ വിഷം കലർത്തുന്നു എന്നുള്ളതാണ് പരാതി. കാരണം ഒരു ഡോസിന് 3000 രൂപയുള്ള സാധനം അത് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി കയ്യിലെത്തുമ്പോൾ അതിന് 2 ഡോസാക്കി ഇരട്ടിപ്പിക്കാൻ വേണ്ടി അല്പം വിഷം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അവന് 6000 രൂപയുടെ ലാഭം ഉണ്ടാവും. അപ്പോൾ ലഹരിയിൽ മായം ചേർക്കുന്നതിനാണ് ചിലർക്ക് പരാതി. ഈ വിധത്തിൽ ഇവിടെ എല്ലാവരും സാർവത്രികമായി ജനങ്ങൾക്ക്, നമ്മുടെ കുട്ടികളോട് ആരും ഒന്നും സംസാരിക്കാറില്ല. ഇപ്പോൾ മുതിർന്ന ആൾക്കാർ, അധ്യാപകർക്ക് പോലും കുട്ടികളോടൊന്നും ഗുണദോഷിക്കാൻ നിർവാഹമില്ല. എടുക്കുമട, തട്ടുമട, വെട്ടുമടാന്ന് കൊച്ചു വയലുകളാ. 12, 13, 14 വയസ്സുള്ള കുട്ടികളോട് ഒന്ന് ഷൗട്ട് ചെയ്ത് സംസാരിക്കാൻ മാതാപിതാക്കൾക്ക് പോലും പേടി, അധ്യാപകർക്ക് പേടി, ഈ സമൂഹത്തിലുള്ള ഏതാളിനും പേടി. ഒരു കല്യാണ വീട്ടിൽ തലേ ദിവസം വാളും കൊണ്ടൊരു പയ്യൻ കയറിപ്പോയത്, 17 വയസ്സ് പോലും പ്രായം ഉണ്ടാവില്ല, വാളും കൊണ്ട് കയറിപ്പോയതിന്റെ കാര്യം കഞ്ചാവിന് അഡിക്റ്റ് ആയിട്ട് നിൽക്കാണ്. ലഹരി മൂത്ത് നിൽക്കുന്ന അവസ്ഥയാ. അത് റോഡിൽ വെച്ചൊരു തർക്കമുണ്ടായതിന്റെ പേരിൽ, അതും കല്യാണ വീട്ടിലേക്ക് വന്ന ഒരാൾ വഴി ചോദിക്കുന്നതുമായി ഉണ്ടായ സംസാരമാണ്. കുട്ടി ഒന്നും ചോദിക്കാൻ നിവർത്തിയില്ല. ഇവിടുത്തെ പയ്യന്മാരോട് സംസാരിക്കുന്ന നിവർത്തിയില്ല. കുട്ടിയും പട്ടിയും പെണ്ണിനെയും തൊട്ട് കഴിഞ്ഞാൽ പെട്ട്. അതായത് ഇവിടുത്തെ നിയമങ്ങളും അങ്ങനെയാ. ഇതിനോടൊന്നും പറയാൻ നിവർത്തിയില്ല. ഇപ്പോൾ ഇവിടെ ഒരു അധ്യാപകനോട് കുട്ടി നിന്ന് സംസാരിച്ച ഭാഷ, അത് വീഡിയോ എടുത്ത അധ്യാപകൻ കുറ്റക്കാരൻ. ഇനി ആ ശകാരിച്ചാൽ അതിന്റെ വേറെ വകുപ്പായി, ഒന്ന് അടി കൊടുത്താലോ അത് വേറെ വകുപ്പായി. ഇതാണ് ഇവിടുത്തെ സാഹചര്യം എന്നുള്ളത്. ഒരാളെ ഗുണദോഷിക്കാൻ പോലും കഴിയാത്ത വിധം ഇതൊക്കെ വല്ല വാരി കയറ്റുമ്പോൾ, ഇതൊക്കെ ഈ തലയ്ക്ക് പിടിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യുക, ഈ കുതിരശക്തി എന്ന് പറയും പോലെയാണ്. എന്തും എടുത്ത് മറിച്ചു കളയാമെന്ന് സ്വയം തോന്നുന്ന ഒരു അവസ്ഥയാണത്. ഇങ്ങനെയൊക്കെ ക്രാക്ക് പിടിച്ച് നടക്കുന്ന ഒരു മെന്റൽ ഒരു അവസ്ഥയാണ്, ഒരു മാനസികാവസ്ഥയാണ് ലഹരി തലയ്ക്ക് പിടിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഈ ഒരു അവസ്ഥയിലെങ്കിലും അവരോട് സംസാരിക്കാൻ, തർക്കിക്കാൻ, ഗുണദോഷിക്കാൻ ഒന്നും കഴിയില്ല. ഇവിടെ ഒരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് അയാൾ ഇവിടെ റൂം ചോദിച്ചു വന്നപ്പോൾ കൊടുത്തില്ലെന്ന് പറഞ്ഞിട്ട് പിന്നീട് പോയി അവൻ കഞ്ചാവ് അടിച്ച് തലയ്ക്ക് കയറിയപ്പോഴത്തേക്ക് ഇവിടെ വന്നിട്ട് വെട്ടിക്കൊന്നു പറഞ്ഞ ഒരാളെ. പക, സംസാരത്തിനിടയിലുണ്ടായ ചെറിയ പകയുടെ പേരിൽ ലഹരി തിരക്കി പിടിച്ചപ്പോൾ വെട്ടോത്തി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് വണ്ടി കയറി. ഈ സിറ്റിക്കകത്തല്ലേ മരണം നടന്നത്?
ഇതാണ് അപകടം. ഈ അപകടം പാടില്ലെന്ന്. ഇതെങ്ങനെ ഒഴിച്ചു കളയോ നമ്മൾ ആലോചിക്കുന്നത്. ഈ രാജ്യത്തേക്ക് കോടാനക്കോടി രൂപയുടെ മയക്കുമരുന്നുകളാണ് പ്രതിവർഷം കയറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്ന്. അതിനൊക്കെ എന്ത് ചെയ്യുക? കമ്മീഷനും കൈപ്പറ്റിയിട്ട് അതിർത്തി കാവൽ നിൽക്കുന്നവരും ഈ രാജ്യത്തിന് സംരക്ഷിക്കേണ്ടവരും അധികാരികളും ഒക്കെ എല്ലാവർക്കും ഇതിൽ പങ്കാണ്. ഇവിടെ കച്ചവടം മാത്രമാണ് ലക്ഷ്യം, പണം, ലാഭം, ഇത് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു സമൂഹത്തെ മുഴുവനും ലഹരിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ലോകം ഭൂമി കുലുങ്ങേണ്ടി വരില്ല ഇനി അങ്ങോട്ട്. മനുഷ്യൻ രണ്ട് കാലിൽ നിന്നാലല്ലേ അവന് കുലുക്കേണ്ട കാര്യമുള്ളൂ. ആടിക്കൊണ്ടിരിക്കുകയാണ് യുവത്വം. കാലിന് ബലമില്ല പുതിയ തലമുറയ്ക്ക്. ഇനി അടുത്ത തലമുറ എങ്ങോട്ടാണ് പോകുന്ന അറിയില്ല നമുക്ക്. ഈ കൂട്ടുകെട്ടുകളുമായിട്ടേ വളർന്നു വരുന്ന മക്കളാണ് അടുത്ത യുവത എന്നുള്ളത്. ഈ ഓരോ കാലഘട്ടത്തിലും ആ യുവത്വമാണ് ആ സമൂഹത്തിന്റെ നട്ടൽ എന്നുള്ളത്. അവരാണ് ഈ സമൂഹത്തെ നയിക്കേണ്ടവർ. അവരിലൂടെയാണ് ചരിത്രം, അവരിലൂടെയാണ് വികസനം, അവരിലൂടെയാണ് ജീവിതം. ആ യുവത മുഴുവനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഈ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ എത്ര വലിയ നഷ്ടമാണ് ഈ സമൂഹത്തിനുണ്ടാവുക. അടുത്ത അതിനുശേഷമുള്ള തലമുറയിൽ കുട്ടികൾ ഉണ്ടാവും. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവരാര് എന്ത് സംരക്ഷിക്കും? എല്ലാവരും തോന്നിയവാസി, ലിബറലിസമാണ് സ്വാതന്ത്ര്യമെന്ന്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ കടമകളും കടപ്പാടുകളും ഇല്ലാത്തതിന്റെ പേരല്ല സ്വാതന്ത്ര്യം എന്നുള്ളത്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ കർമ്മനിരതനാകുന്ന പ്രായമാണ് യൗവനവും കൗമാരവും എന്നുള്ളത്. ആ കാലഘട്ടങ്ങളിൽ മനുഷ്യന് ജീവിതത്തിന് ലക്ഷ്യബോധം ഉണ്ടാകണം, ദിശാബോധം നൽകുന്ന ജീവിത വ്യവസ്ഥകൾ പഠിപ്പിക്കപ്പെടണം, നല്ല ശീലങ്ങൾ മനുഷ്യർക്ക് പകർന്നു കൊടുക്കണം. ആ കാലഘട്ടമാണ്. അതവിടെ മതത്തിന്റെ പ്രസക്തി. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്രയും വലിയ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ വർഷാവർഷം ജൂൺ 26 വരുമ്പോൾ ലഹരി വിരുദ്ധ ദിനം എന്ന നിലയിൽ ആ ദിനത്തെ ആചരിക്കുകയും അതിനെ ചുറ്റിപ്പറ്റി കുറെ ബോധവൽക്കരണ ക്ലാസുകൾ കൊടുത്ത് കുറെ ഉപദേശങ്ങൾ, ലഘുലേഖകൾ, ഉപന്യാസങ്ങൾ, കുറെ പ്രബന്ധങ്ങൾ, പ്രഭാഷണങ്ങൾ പ്രസംഗിച്ച് വലിയ നിലയിൽ 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ പ്രസംഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇവിടെ വന്നിട്ട് ലഹരിക്കെതിരെ. ആ പരിപാടി കഴിഞ്ഞ് നേരെ പോകുന്നത് ബാറിലേക്കാ. എൻ്റെ പ്രഭാഷണം അങ്ങോട്ട് കോരി തരിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അയാളടുത്ത് പോയി മദ്യപിക്കുകയാണ്. ഇത് ആരാ പറയുന്നേ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ഇവിടുത്തെ സാഹചര്യമാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. ഇത് യാഥാർത്ഥ്യങ്ങളാണ്. ഇതിൽ നിന്ന് എങ്ങനെ ഒരു മോചനം ഈ സമൂഹത്തിന് സാധ്യമാകും? അത്രയും അപകടകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആലോചിക്കേണ്ട സമൂഹം. ഇങ്ങനെ പോയാൽ കഴിയില്ല എന്ന് ഭരണകൂടങ്ങൾ ചിന്തിക്കേണ്ട ഈ സമൂഹം, നമ്മുടെ രാജ്യത്തെ പൗരന്മാർ മുഴുവനും മയക്കുമരുന്നിന് അടിമകളായി പോകുന്നു. അവർ പുറത്തു കൊണ്ടുവരണം. അപകട മരണങ്ങൾ, കൊലപാതകങ്ങൾ, പിടിച്ചുപറികൾ, കൊള്ളകൾ, ഇതിനെല്ലാത്തിനും കാരണങ്ങൾ ഈ ക്യാമ്പസുകളിൽ പോലും ലഹരി കൊടുത്ത് പെൺകുട്ടികളെ പോലും ലഹരിയുടെ അഡിക്റ്റുകളാക്കിയിട്ട് അവരെ സെക്സ് റാക്കറ്റുകൾ ഉപയോഗിക്കുന്നു. മനുഷ്യന്റെ പച്ചമാംസം കച്ചവടത്തിൽ വെച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് സദാചാരവും സംസ്കാരവും ഒക്കെ ഒരുപാട് ഇന്നും വാഴ്ത്തപ്പെടുന്ന സംസാരിക്കുന്ന ഈ നാട്ടിൽ പോലും അതിനെതിരെ ആരും സംസാരിച്ച് കാണാനില്ല. എത്തിസ്റ്റുകളെ കാണാനില്ല, യുക്തിവാദികളെ കാണാനില്ല, എക്സ് മുസ്ലിമിങ്ങളെ കാണാനില്ല. അവരൊക്കെ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതാണ് ഫ്രീഡം. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന മയക്കുമരുന്നുകൾ ഉപയോഗിക്കട്ടെ, ഇഷ്ടപ്പെട്ടവരുമായി കിടപ്പറ പങ്കിടട്ടെ, ഇഷ്ടപ്പെട്ടവരുമായിട്ട് ജീവിക്കട്ടെ എന്ന്. ഇതാണ് പുരോഗതി എന്ന്, ഇതാണ് വികസനമെന്ന് ഈ സമൂഹം സംസാരിച്ചു തുടങ്ങിയാൽ ഈ ആഭാസത്തരങ്ങൾ, ഈ നാശങ്ങൾ, ഈ നശീകരണങ്ങൾ നോക്കി നിൽക്കലാണോ നമ്മുടെ ബാധ്യത? അല്ലല്ലോ, ഇതൊന്നുമല്ല. ഇതിനൊക്കെ മറുപടി പറയാൻ എങ്ങനെയാണ് ലഹരി വിമോചനം ഇവിടെ സാധ്യമാകുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ലഹരി വിമോചനം സാധ്യമാകണം. അച്ചടക്കമുള്ള ഒരു സമൂഹത്തോടെ വാർത്തെടുക്കേണ്ടതുണ്ട്. നല്ല ശീലങ്ങൾ ജനങ്ങൾക്ക് പഠിപ്പിക്കേണ്ടതുണ്ട്. ആ ബാധ്യതയും ഉത്തരവാദിത്വവും ഈ വെല്ലുവിളിയും ആരേറ്റെടുക്കും? ഏറ്റെടുക്കാൻ കഴിയുന്ന ഏക വസ്തു എന്നുള്ളത്, ഏക പ്രസ്ഥാനം എന്നുള്ളത് മതമാണ്. വിശുദ്ധ ഇസ്ലാം പോലെയുള്ള മതമാണ്. ഇസ്ലാം പോലെ ഒരു വിജയിച്ച, ഈ വിഷയത്തിൽ വിജയിച്ച ഒരു മതത്തെയും ലോകത്ത് കാണാൻ കഴിയില്ല. ഒരു പ്രത്യാശാസ്ത്രയും ഭരണകൂടങ്ങളെയും കാണാൻ കഴിയില്ല. എല്ലാവരും പരാജയപ്പെട്ടു പോയിട്ട് നമ്മുടെ രാജ്യത്ത് ബോധവൽക്കരണം മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു ഭാഗത്ത് ബോധവൽക്കരണം 5-10 മിനിറ്റും പ്രസംഗം നടക്കുമ്പോൾ 24 മണിക്കൂർ ഇവിടെ തിയേറ്ററുകളിലും മൊബൈലുകളിലും കാണിക്കുന്ന സിനിമകൾ, TV കണ്ടുപിടിക്കുന്ന സിനിമകൾ മുഴുവനും പ്രൊമോഷൻ കൊടുക്കുന്നത് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു ലഹരി പദാർത്ഥങ്ങൾക്കുമാണ്. അവിടെ നിന്നാണ് പഠിക്കുന്നത് പുതിയ ഐറ്റങ്ങളുടെ പേരുകൾ മക്കൾ പഠിക്കുന്ന സിനിമ കണ്ടിട്ടാ, സീരിയൽ കണ്ടിട്ടാ. അതൊക്കെ വലിയൊരു പരസ്യമായിട്ട് ഇവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് നടപടിയൊന്നുമില്ല. കൊച്ചു മക്കൾ പോലും ഇരുന്ന് കാണുന്നത് വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും സംഘം ചേർന്നിരുന്ന് മദ്യപിക്കുന്ന കാഴ്ചകളാണ്. ഇതൊക്കെ കണ്ടല്ലേ കുട്ടികൾ പഠിക്കുക? ഇത് പാടില്ല, ഇതൊക്കെ കട്ട് ചെയ്ത് കളയണമെന്ന് പറയാൻ ഇവിടെ സെൻസർ ബോർഡ് ഉണ്ടായിട്ടും ഇതൊന്നും കട്ട് ചെയ്ത് കളയാനില്ല. വലിയ അക്രമങ്ങൾ, ക്രൂരതകൾ, മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങൾ പരസ്യമായി ഉപയോഗിക്കുന്ന ഹീറോകൾ, നായികമാര് ഇതൊക്കെ കാണിച്ചിട്ട് സമൂഹത്തെ സ്വാധീനിച്ച് അവരെയൊക്കെ ഈ വഴിക്ക് കൊണ്ടുവരണം. ഈ സിനിമാ മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ അതിനകത്തുള്ളതിൽ മഹാഭൂരിപക്ഷം ആൾക്കാർ അഡിക്റ്റ് ആണെന്നും അവരിതിൻ്റെ കരിയർമാരാണെന്നും ഇതിന് മീഡിയേറ്റർമാരുമാണെന്നുള്ള ഒരുപാട് വെളിപ്പെടുത്തലുകൾ വന്നാണ്.
പിന്നെ ആ മേഖലയിലുള്ളത് അങ്ങ് അധികം എന്ത് ചെയ്യാറില്ല, പുറത്തോട്ട് വരാറില്ല, കുറേയൊക്കെ മൂടപ്പെടലാണ് പതിവ്. അപ്പൊ ഇതിങ്ങനെ ഒരു ഭാഗത്ത് പരസ്യം ചെയ്ത ആൾക്കാരെ മണ്ണിൽ അടിച്ചേൽപ്പിക്കണം, മറുഭാഗത്ത് ബോധവൽക്കരണം 10 മിനിറ്റ്. എവിടെ വിജയിക്കാനാണ്? ഇതൊന്നും സാധ്യമാകുന്ന കാര്യമല്ല. ഈ അമേരിക്കയിൽ 1929 മദ്യനിരോധനം സമ്പൂർണ്ണമായി പ്രഖ്യാപിക്കപ്പെട്ടു. അവിടെ ഒരു പാർലമെന്റ് സർക്കാരാണ് ഈ മദ്യവും മയക്കുമരുന്നും അടക്കമുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം മൂലം സമൂഹത്തിനുണ്ടാകുന്ന നാശങ്ങളെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തി ആ പഠന റിപ്പോർട്ടുകളുടെ മുമ്പിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ഒരു പാർലമെന്റ് പൂർണ്ണമായിട്ട് തീരുമാനിക്കുകയാണ് ഇവിടെ ലഹരി നിരോധിക്കാമെന്ന്. ആ ലഹരി നിരോധനം പ്രഖ്യാപിക്കപ്പെട്ടു, നിയമമാക്കി. ആ നിയമത്തിന്റെ പിൻബലത്തോടുകൂടി അവിടെ നാട്ടിൽ നടപ്പിലാക്കി. ആ നടപ്പിലാക്കിയ കാലഘട്ടത്തിൽ റേഡിയോകൾ, പത്രമാധ്യമങ്ങൾ, ടെലിവിഷനുകൾ എല്ലാത്തിലൂടെയും സമൂഹത്തിന് ബോധവൽക്കരണം നൽകി. ആ നിയമങ്ങളെക്കുറിച്ച് പഠനങ്ങൾ നൽകി. അതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടിക്ക് വേണ്ടി പൗണ്ട് കണക്കിന്, കോടിക്കണക്കിന് രൂപയുടെ ഡോളറുകൾ ചിലവാക്കി. ആ പണങ്ങൾ കണ്ടമാനം 303ഓളം ആൾക്കാർ വധശിക്ഷയ്ക്ക് വിധിച്ചു. 5 ലക്ഷത്തിലേറെ ആൾക്കാർ തടവിനടച്ചു, ജയിലിലടച്ചു. കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യങ്ങൾ പെറ്റിയായി ചുമത്തി, ലക്ഷക്കണക്കിന് ഡോളറിന്റെ സമ്പാദ്യങ്ങൾ കണ്ടുകെട്ടി. 4 വർഷം നീണ്ട പരിശ്രമം, 4 വർഷം കൊണ്ട് ഇത്രയും വലിയ സാഹസങ്ങൾ കാണിച്ചിട്ടും ജനങ്ങൾക്കിടയിൽ മദ്യത്തിനോടുള്ള ആസക്തി കൂടി എന്നല്ലാതെ ഒട്ടും കുറയ്ക്കാൻ കഴിഞ്ഞില്ല. ലഹരിയോടുള്ള ആസക്തി കൂടി എന്നല്ലാതെ കുറയ്ക്കാൻ കഴിയാതെ പോയത് കൊണ്ട് ആ നിയമം അസാധുവാക്കി. എന്ന് തടഞ്ഞതിനോട് ആർത്തി കൂടി ജനങ്ങൾക്ക്. നിയമം കൊണ്ട് തടയാൻ നോക്കി, ബോധവൽക്കരണത്തിലൂടെ ഉണർത്താൻ നോക്കിയിട്ടിപ്പോ അതൊന്നും ഉണർന്നില്ല. അവർ കൂടുതലായി. കൊറോണ കാലം വന്നപ്പോ, കോവിഡ് കാലം വന്നപ്പോ എല്ലാ വീട്ടമ്മമാർക്കും ഇത് പണി പഠിച്ചു. ഒരുപാട് വീട്ടമ്മമാർ എന്ത് ചെയ്തു, അടുക്കളയിൽ എങ്ങനെ പാറ്റാമെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചിലതൊക്കെ വിജയിക്കുകയും ചെയ്തു. പിന്നെ സർക്കാർ തലത്തിൽ അവർക്ക് എന്ത് ചെയ്യുക, ഒരു സ്വകാര്യ സംരംഭം എന്നതിൽ അനുവാദം കിട്ടാത്തതുകൊണ്ട് അവർക്ക് നിർത്തിയെന്നുള്ള പരിപാടി. അപ്പൊ വാറ്റ് പോലും നമ്മൾ ആൾക്കാർ അരുത്, അതിന് സാധ്യതകൾ കുറഞ്ഞപ്പോൾ പുതിയ സാധ്യതകൾ കണ്ടെത്താണ്. പക്ഷെ ഇവിടെ നിന്ന് വേണം ഇതിന് പ്രായോഗികമായി മദ്യവിമോചനം സാധ്യമാകുന്ന ഏക മാർഗം എന്നുള്ളത് ഇസ്ലാം കൊണ്ടുവന്നൊരു ഫോർമാറ്റാണ്. ആ ഒരു മെത്തേഡിലൂടെ അല്ലാതെ മാറ്റാൻ കഴിയില്ല. എന്താ ഇസ്ലാം ചെയ്തത്? എന്താ ഇസ്ലാം ഇവിടെ ലഹരിയിൽ നിന്നൊരു സമൂഹത്തെ അടർത്തിയെടുത്തത് എങ്ങനെയാണ്? ഈ കാലഘട്ടത്തിലെ ജനങ്ങൾക്ക് ലഹരിയോടുള്ള ആസക്തിയെക്കാളും 10 മടങ്ങ് ആസക്തിയുള്ള സമൂഹമാണ് അന്ന് ജീവിച്ചിരുന്നത്. 6-ാം നൂറ്റാണ്ടിൽ വിഭവങ്ങൾ കുറവാ, ഐറ്റങ്ങൾ ഇന്നുള്ള ഈ ഐറ്റങ്ങളൊന്നും അവിടെ ഇല്ല. പക്ഷെ അവരുടെ ആസക്തി എന്ന് പറയുമ്പോൾ അതിന്റെ തീവ്രത മനസ്സിലാക്കാൻ ഇമ്രുൽ ഖൈസ് എന്നൊരു കവിയുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. അറേബ്യൻ സാഹിത്യത്തിൽ മുടിചൂടാമൻ എന്ന് ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രവാചകന് മുമ്പുള്ള ഒരു കാലഘട്ടമാണ്. അന്ന് ജീവിച്ചിരുന്ന ഒരു ഇമ്രുൽ ഖൈസ് എന്ന കവിയുണ്ട്. അയാളുടെ വാപ്പ മരണപ്പെട്ടു എന്നൊരു വാർത്തയുമായി അയാളടക്കമുള്ള കൂട്ടുകാർ മദ്യപിക്കുന്ന സദസ്സിലേക്ക് ഒരാൾ ഓടി വന്നു, നിങ്ങളുടെ വാപ്പ മരണപ്പെട്ടു എന്ന്. ഈ മരണം എന്നുള്ളത് ഏത് പഴയ കാലഘട്ടങ്ങളിൽ, ഇന്ന് നമുക്ക് കളി തമാശയാണ് മരണം എന്ന് പറയുമ്പോൾ. ആരോ നിന്റെ കൊച്ചാപ്പ മരിച്ചെന്ന് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ തമാശ പോലെയാണ്. ആ മരണങ്ങൾക്ക് ഒരു ഷോക്ക് ഏൽപ്പിക്കാൻ കഴിയുന്നില്ല. അന്ന് ആ കാലഘട്ടം അതല്ല. ഓരോ മരണങ്ങളും വല്ലാത്തൊരു ഷോക്കോടുകൂടി ജനങ്ങൾ കേട്ടിരുന്നു. വലിയ പ്രശ്നത്തോടുകൂടി ഏറ്റെടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇമ്രു ഖൈസിന്റെ മുമ്പിലേക്ക് ഓടി വന്നയാൾ പറഞ്ഞത് നിങ്ങളുടെ ബാപ്പ മരിച്ചു എന്നാണ്, ആരോ മരിച്ചു എന്നല്ല. അയാൾ പറഞ്ഞ മറുപടി എന്ന് കല്ല് നാളെ മരണമെന്ന്, ഇന്ന് കള്ള് കുടിക്കട്ടെ എന്നാദ്യം, നാളെയാണ് കാര്യമെന്ന് പറഞ്ഞിട്ടാണ് ആ മരണത്തോടെ പ്രതികരിക്കുന്നത്. ഇതായിരുന്നു അവസ്ഥാവിശേഷം എന്നുള്ളത്. എന്ന് മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ മകനോട് നടത്തുന്ന വസിയത്തിനെ കാവ്യാത്മകമായി പറഞ്ഞപ്പോ ഇങ്ങനെയാണ് പറഞ്ഞത്, മോനെ ഞാൻ മരിച്ചുപോയാൽ നീ എന്നെ മുന്തിരി വള്ളിയുടെ ചോട്ടിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടണമെന്ന്. എന്തുകൊണ്ടെന്നറിയുമോ? എന്ന് മരിച്ചു കഴിഞ്ഞാലും ശവകുടീരത്തിൽ കിടക്കുമ്പോഴും ആ മുന്തിരി വള്ളിയുടെ സത്തിൽ നിന്ന് അതിന് ലഹരി ഞാൻ നുകർന്നോട്ടെ എന്ന്. അതുകൊണ്ട് എന്ന് ഏതെങ്കിലും പ്രാന്തപ്രദേശങ്ങളിൽ കൊണ്ടുപോയി നീ എന്നെ കുഴിച്ചു മൂടിയാൽ മരിച്ച ശേഷം എനിക്ക് മദ്യത്തിന്റെ ലഹരി ആസ്വദിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് പേടിയുണ്ട് എന്ന്. മരിക്കാൻ കിടക്കുന്ന മനുഷ്യനും ലഹരിയോടുള്ള ആർത്തിയാണിത്. ഇത്തരം ആർത്തിയുള്ള അഡിക്റ്റായ ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് റസൂൽ കടന്നു വന്നു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ എൻ്റെ അടുക്കൽ ഒരു ഇറാഖി കയറി വന്നിട്ട് പറഞ്ഞു, ഒരു ഇറാഖിക്കാരൻ വന്നിട്ട് പറഞ്ഞു ആയിഷ ബിബിയോട്, അയ്യുൽ കഫൻ അഫ്ളൽ, ഏറ്റവും നല്ല കഫൻ പുടവ ഏതാണെന്ന്. ഏറ്റവും നല്ല കഫൻ പുടവ അവർ പറഞ്ഞു, വൈഹക ലാ യദുറക്, നിനക്ക് അതിന്റെ പ്രശ്നം എന്താണ്? ഏതായാൽ നിനക്കെന്താണ്? കഫം മരിച്ച ശേഷം ഒരു മനുഷ്യനെ പൊതിയേണ്ട വസ്ത്രമാണ്, അതിലെന്ത് മഹത്വമാണ്, അതിലെന്ത് കാര്യമാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എന്ന്. അപ്രസക്തമായ ചോദ്യമാണെന്ന്. അടുത്ത അയാൾക്ക് ചോദിക്കാനുള്ളത്, എന്നാ പിന്നെ അരിനി മുഷാഫക്കി എന്ന്, നിങ്ങളുടെ മുഷാഫ് ഒന്ന് കാണിക്കുമോ എന്ന്. നിങ്ങളുടെ മുഷാഫിനെ ഒന്ന് കാണിക്കണം, എന്തിനാണെന്ന് ആയിഷ ബീവി ചോദിക്കുമ്പോൾ പറയാണ്, നിങ്ങളുടെ മുഷാഫ് പോലെ എന്റെ മുഷാഫും ഒന്ന് ക്രമപ്പെടുത്താൻ വേണ്ടിയാണ്. ആയത്തുകൾ എങ്ങനെയാണ് കൃത്യമായി ക്രമീകരിക്കുക എന്ന്, എങ്ങനെയാണ് അധ്യായങ്ങൾ നിങ്ങൾ ക്രമീകരിച്ചത് എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ എൻ്റെ ഒരു രീതിക്ക് ഓതിക്കൊണ്ടിരിക്കുന്നത് കൃത്യമായ ഒരു ക്രമത്തിൽ മുഷാഫാക്കിയിട്ടില്ല. നിങ്ങളുടെ രീതിയിൽ നിന്ന്
ആയിഷ ബീബി അവർ പറഞ്ഞൊരു വാചകമുണ്ട്, കൃത്യമായിട്ട് അവർ പറയുന്നൊരു വാചകമുണ്ട്. ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനവുമായി കടന്നു വന്നപ്പോൾ ഈ സമൂഹത്തോട് പറഞ്ഞത് ലാ തുശ്രിബുൽ ഖംറ, നിങ്ങൾ മദ്യപിക്കരുത് എന്ന കൽപ്പനയുമായിട്ടാണ് ഖുർആൻ ആദ്യം അവതീർണമായതെങ്കിൽ ജനങ്ങൾ ഒന്നടങ്കം പറയുമായിരുന്നു ഇൽനാ ലൻ നദ്ഉൽ ഖംറ, നമുക്ക് മദ്യം ഉപേക്ഷിക്കാൻ കഴിയില്ല. ജനങ്ങൾ പറയുന്നത് ഇതാണ് മറുപടി മുഹമ്മദ് നബിയോട്, ഇല്ല ഞങ്ങൾ മദ്യം ഉപേക്ഷിക്കില്ല, അത് നമ്മുടെ ആവശ്യകതയാണെന്ന് അങ്ങനെ പറയുമായിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. പക്ഷെ അങ്ങനെയല്ല ഖുർആൻ ഇറങ്ങിയിരിക്കുന്നത്. ആദ്യം ഇറങ്ങിയ ഖുർആനിക വചനങ്ങളെല്ലാം തന്നെ സ്വർഗ്ഗത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ആദ്യം ഇറങ്ങിയ ഖുർആനിക വചനങ്ങളെല്ലാം നരകത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ആദ്യം ഇറങ്ങിയ ഖുർആനിക വചനങ്ങളെല്ലാം അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചും ഏകത്തെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു. 13 വർഷക്കാലം നീണ്ടുനിന്ന മനോഹരമായ ഖുർആനികമായ വചനങ്ങളുടെ അധ്യാപനങ്ങൾ മുഴുവനും പരിശോധിച്ചു നോക്കൂ. അവിടെ കാണാൻ കഴിയുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള വചനങ്ങളാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഏകത്വത്തെക്കുറിച്ചുള്ള സംസാരങ്ങളാണ്. ഈ ദുനിയാവിലെ ലിഖിതവും അലിഖിതവുമായ ആയാത്തുകളെ കുറിച്ചാണ്, പരലോകത്തവരെ കാത്തിരിക്കുന്ന സ്വർഗത്തെക്കുറിച്ചാണ്, പരലോകത്തവരെ കാത്തിരിക്കുന്ന നരകത്തെക്കുറിച്ചാണ്. 13 വർഷം കൊണ്ട് ഒരു സമൂഹത്തെ ഒന്നടങ്കം ഈമാനികമായി പരിപോഷിപ്പിച്ചു. വിശ്വാസപരമായി അല്ല എന്ന് കേട്ടാൽ വിറക്കുന്ന ഹൃദയങ്ങളും ഖുർആൻ ആയത്തുകൾ കേൾക്കുമ്പോൾ വർദ്ധിക്കുന്ന ഈമാനമുള്ള ഒരു സമൂഹത്തെ ആദ്യം സൃഷ്ടിച്ചു. പിന്നെയാണ് ഹലാൽ ഹറാമുകളെ കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ആയിഷ ബീബി. പിന്നെയാണ് ഹലാലുകളെ കുറിച്ച് സംസാരിച്ചത്, പിന്നെയാണ് ഹറാമുകളെ കുറിച്ച് സംസാരിച്ചത്. അത്രയും അഡിക്റ്റായ ഒരു സമൂഹത്തിനോട് പിന്നെ അള്ളാഹു എന്താ പറഞ്ഞത്? അള്ളാഹു പിന്നെ അവിടെ സംസാരിക്കുന്നത് എന്ന്, നിങ്ങൾ മുന്തിരികളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈന്തപ്പഴങ്ങളിൽ നിന്നും നിങ്ങൾ സക്കരകൾ ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കാറുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾ അതിൽ നിന്ന് ഭക്ഷണങ്ങളും ഉണ്ടാക്കാറുണ്ട് എന്ന് ഖുർആനിന്റെ സംസാരം സൂറത്ത് നഹ്ലിൽ അള്ളാഹു പറയാണ്. നിങ്ങൾ ഈന്തപ്പനകളിൽ നിന്നും അതോടൊപ്പം തന്നെ മുന്തിരികളിൽ നിന്നും ലഹരി പദാർത്ഥങ്ങളും അതോടൊപ്പം തന്നെ നല്ല ഭക്ഷണങ്ങളും ഉണ്ടാക്കാറുണ്ട് എന്ന്. ഈ പ്രയോഗം ജനങ്ങളെ ഒന്ന് ചിന്തിപ്പിച്ചു. ആദ്യമായിട്ട് ചിന്തിപ്പിക്കുന്ന ആ ഭാഗത്താണ്. നല്ല ഭക്ഷണം എന്നുള്ളതിനെ കുറിച്ച് ഈന്തപ്പഴത്തിൽ നല്ല ഭക്ഷണമുണ്ട്, മുന്തിരിയിൽ നല്ല ഭക്ഷണമുണ്ട് എന്ന് എടുത്തു പറയുകയും എന്നാൽ സക്കറിനെ കുറിച്ച് മാറ്റി പറയുകയും ചിലപ്പോൾ നല്ലതല്ലാത്തത് എന്തോ ആണ് ഈ ലഹരി എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ നബിയുടെ മുമ്പിൽ ചോദ്യം വന്നു, നബി എന്താ ഈ വിഷയത്തിൽ സക്കറിനെ കുറിച്ച് ലഹരിയെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ ഖുർആനിൽ? അള്ളാഹു അങ്ങനെ എന്തെങ്കിലും ചർച്ചയുണ്ടോ നബിയെ എന്ന്? അടുത്ത ചോദ്യത്തിന് മറുപടി ഖുർആൻ സംസാരിച്ചു. അവർ ചോദിച്ചു തുടങ്ങിയോ നബിയെ, ലഹരിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങിയോ നബിയെ എന്ന് അവരോട് പറയണം. അതിൽ കുറെ നന്മകളുണ്ട് എന്ന്, കുറെ നന്മകളുണ്ട്, അതിൽ കുറച്ച് ഗുണങ്ങളുണ്ട് എന്ന്. എന്നാൽ അതിലേറെ അത് കുറ്റകരമാണ് എന്നും അതിലേറെ ദൂഷ്യമാണ് എന്നും പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി. ആ കൽപ്പന ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. അവർക്കിടയിൽ വേറിട്ട ചിന്തകളുണ്ടായി. പല ആൾക്കാരും അതോടെ വെച്ച് കെട്ടി, പല ആൾക്കാരും ഒഴിവാക്കി. കാരണം അത് കുറേ മോശത്തരങ്ങളുണ്ട്, അത് കൂടുതൽ മോശമാണ് അതിൽ മുന്തി നിൽക്കുന്നത്, കുറ്റമാണ് മുന്തി നിൽക്കുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ അത് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. എന്നാലും ചില ആൾക്കാർ ഉപയോഗിക്കും. എന്നാലും അത് ഉപയോഗിക്കുകയും ഇടവേളകളിൽ കുറച്ചൊക്കെ ഉപയോഗിക്കുകയും ചെയ്യുന്ന രീതിയിൽ ജനങ്ങളുണ്ടായിരുന്നു. അവസാനം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വെച്ച് ഒരു സൽക്കാരം ഉണ്ടാക്കി. ആ സൽക്കാരത്തിൽ അൻസാരികളും മുഹാജിറുകളും അടങ്ങുന്ന ചില സംഘങ്ങൾ അവിടെ പങ്കെടുത്തു. ആ സൽക്കാരത്തിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കിടയിൽ മദ്യസേവയും ഉണ്ടായി. മദ്യപിച്ചു കഴിഞ്ഞപ്പോൾ നമസ്കാരത്തിന് ബാങ്ക് വിളിച്ചു. നമസ്കരിക്കാൻ വേണ്ടി ഇമാമത്ത് നിന്ന് കൂട്ടത്തിൽ ഒരാൾ, അയാൾ ഓതിയത് പലപ്പോഴും തെറ്റായിപ്പോയി. എല്ലാ എന്നൊക്കെ സൂറത്തുൽ കാഫിറൂൻ ഓതിക്കൊണ്ട് നമസ്കരിച്ചു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കാര്യങ്ങൾ എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ ഖുർആൻ അവതീർണമായി. ലാ തഖറബു സ്വലാത്ത വഅന്തും ശുക്കറാ എന്ന്, ലഹരി ഉപയോഗിച്ചുകൊണ്ട് നമസ്കരിക്കരുത് എന്ന്. രണ്ടാമത്തെ വിലക്ക് അവിടെയാ. ലഹരി ഉപയോഗിച്ചുകൊണ്ട് ലഹരിയുടെ ആ ഒരു അവസ്ഥയിൽ, ലഹരി തലയ്ക്ക് പിടിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് തഖൂലുമാ തഅലമൂൻ, നിങ്ങൾ എന്ത് പറഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നൊരു വെളിവുണ്ടല്ലോ, ആ വെളിവില്ലാത്തൊരവസ്ഥയിൽ ലഹരി പിടിപെട്ടുകൊണ്ട് നിങ്ങൾ നമസ്കരിക്കാൻ പാടില്ല എന്ന് ഖുർആനായത്ത് ഇറങ്ങി. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പകൽ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റാതായി. 5 നേരം നമസ്കാരത്തിൽ നിർണയിച്ചത് കൊണ്ട് തന്നെ പകൽ ഈ മദ്യസേവയിൽ നിന്ന് ജനങ്ങൾ പൂർണ്ണമായി മാറാൻ തുടങ്ങി. ആ മദ്യസേവ നിർത്തി ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം പകൽ അന്തിയോളം അവർ നിർത്തിവെക്കുകയും രാത്രി ഇശ കഴിഞ്ഞൊക്കെ എന്ത് ചെയ്യാം ആകാം. എന്നാൽ പൂർണ്ണമായി നിരോധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് രാത്രിക്ക് ശേഷം ആക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി കുറച്ചുകൂടെ കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവർ ജനങ്ങൾ പറഞ്ഞു, മദ്യത്തിന്റെ വിഷയത്തിൽ കണിശമായ ഒരു തീരുമാനം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ഒഴിവാക്കാനാണ് നല്ലത്. കയ്യിൽ സൂക്ഷിച്ചവർക്കെല്ലാം കച്ചവടം ചെയ്യുകയോ മറ്റു രീതിയിലോ അതെന്ത് ചെയ്യാം, ഒഴിവാക്കാം, അതാണ് നല്ലത്. കർക്കശമായ നിർദ്ദേശം വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവസാനം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിറങ്ങി, ഇന്നമൽ ഖംറു വൽ മൈസു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമൽ ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ.
മദ്യപാനവും അത് കണക്കിന് ലഹരി പദാർത്ഥങ്ങളും ചൂതാട്ടവും അത് വിഗ്രഹങ്ങളും ലക്ഷണം നോക്കലുമൊക്കെ ഈ പരിപാടികളെല്ലാം തന്നെ അത് റിജ്സും മിൻ അമലി ശൈത്താൻ, അത് പൈശാചികമായ മ്ലേച്ഛവൃത്തികളാണ് എന്ന് വിശുദ്ധ ഖുർആൻ. പൈശാചികമായ മ്ലേച്ഛവൃത്തികളാണ്. അതുകൊണ്ട് ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയമാണ് ആവശ്യമെങ്കിൽ അത് ദുനിയാവിലാകട്ടെ പരലോകത്തോ വ്യക്തി ജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ അതോടൊപ്പം പരലോക ജീവിതത്തിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് വിജയമാണ് അനിവാര്യമെങ്കിൽ, വിജയമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഈ ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കണമെന്ന് വിശുദ്ധ ഖുർആൻ. ഫഹൽ അൻതും മുന്തഹൂൻ, അവസാനത്തെ ചോദ്യം നിങ്ങൾക്ക് ഇത് നിർത്തിക്കൂടെ എന്നാണ്. ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, ഈ പിശാച് ഇതിലൂടെ നിങ്ങൾക്കിടയിൽ ശത്രുതയും വിരോധവുമാണ് സൃഷ്ടിക്കുന്നത്. മദ്യപിച്ച് ലഹരിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്ന വാക്കുകൾ അത് നമുക്കിടയിൽ എത്ര വലിയ ബന്ധങ്ങൾ വഷളാക്കിയിട്ടുണ്ട്, പരസ്പര ശത്രുക്കളാക്കിയിട്ടുണ്ട്, വിരോധങ്ങളും പകകളും കൊണ്ടു നടക്കുന്നുണ്ട്. ലഹരിക്കടിമപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളാണ്. ജനങ്ങൾ വെറുപ്പോടെ മാറ്റിയെടുത്തും ഇത്തരം ആൾക്കാരെ അറപ്പാ ഇത്തരം ആൾക്കാരെ അടുപ്പിക്കാൻ തന്നെ. അതൊക്കെ അലങ്കാരമായി കൊണ്ടു നടക്കാണ്. ചില ആൾക്കാർ അങ്ങനെ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കാണ്. അത്ര വലിയ ആഭാസത്തരങ്ങളാണ് ഖുർആൻ സംസാരിക്കുന്നത്. ഇത്രയും മോശമായി പ്രവർത്തിക്കുന്ന ആൾക്കാർ അവർ സമൂഹത്തിൽ പോലും വെറുക്കപ്പെട്ടവരായി ജനങ്ങളോട് വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്തുന്ന ഒരു അവസ്ഥയിൽ പൈശാചികമായ പ്രവർത്തികൾ കൊണ്ട് ഈ ഭൂമിയിൽ നിറയ്ക്കാനാണ് പോകുന്നത്. ഫഹൽ അൻതും മുന്തഹൂൻ, അതുകൊണ്ട് ഈ പണി നിങ്ങൾക്ക് നിർത്തിക്കൂടെ എന്ന്. ഇത് വന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ അവരാരും ഒഴിവാക്കുമായിരുന്നില്ല. പക്ഷേ അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, ഈ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യബോധമുണ്ട് എന്ന അറിവ്, ഈ ജീവിതത്തിനപ്പുറത്തുള്ള പരലോക ജീവിതം കൂടി ചേരുമ്പോഴാണ് ഇതിന് പൂർണ്ണത ഉണ്ടാകുന്നത് എന്ന തിരിച്ചറിവ്, പരലോകത്ത് പടച്ചവന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസത്തെക്കുറിച്ചുള്ള ബോധ്യം, ഇത് കൃത്യമായി കിട്ടിയ ഒരു സമൂഹം അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് വേണ്ടിയും പരലോകത്തിന് വേണ്ടിയും ഏതും നഷ്ടപ്പെടുത്താൻ എന്തും ഒഴിവാക്കാൻ അവർ തയ്യാറായിരുന്നു. ആ ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ വളർന്നു എന്നുള്ള. മലയാളിയോട് ചോറ് തിന്നാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നാൽ, ചോറ് തിന്നരുത് എന്ന നിയമം കൊണ്ടുവന്നാൽ മലയാളിക്ക് അതെങ്ങനെ സാധ്യമാകുക? അതുപോലെയാണെന്ന് അറബികൾക്ക് മദ്യം ഒഴിവാക്കാൻ പറഞ്ഞാൽ അവരെ കൊണ്ട് അത് സാധ്യമാകുമായിരുന്നില്ല. അത്രത്തോളം അവർക്ക് അവരുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്ന അരിയാഹാരം എന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. പണ്ട് അരിയുടെ ദൗർലഭ്യം ഉണ്ടായപ്പോൾ ഇന്ദിരാഗാന്ധി ഇവിടെ സന്ദർശിച്ച് ആ സമയത്ത് ഇവിടെ അവർക്ക് കപ്പ കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പാലിൽ അവിച്ചെടുത്ത കപ്പ വെണ്ണ കൊണ്ട് ചാലിച്ചു കൊടുത്തപ്പോൾ എന്തിനാണ് ഈ മലയാളികൾ അരിക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നത്, കപ്പയല്ലേ ഏറ്റവും ബെസ്റ്റർ എന്ന് പറഞ്ഞത് വലിയ വിഭാഗമായിട്ടുണ്ട് ഇവിടെ. അരിയാഹാരത്തെക്കുറിച്ച് അതിന് ദൗർലഭ്യം പരിഹരിക്കാൻ വേണ്ടി വന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു പ്രസംഗം കാരണം, ഒരു പ്രസ്താവന കാരണം വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അരിയാഹാരം. അതുപോലെ അറബികൾക്കിടയിൽ അവർ ജീവിതത്തിന്റെ ഭാഗമായിരുന്ന മദ്യം, ആ ലഹരി പദാർത്ഥത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരാൻ ഇസ്ലാം പഠിപ്പിച്ചൊരു രീതിയുണ്ട്. ആദ്യം വിശ്വാസമാണ്. ഈ വിശ്വാസത്തിലൂടെ അല്ലാതെ അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, പടച്ചവന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസത്തെക്കുറിച്ചുള്ള ബോധ്യം, ആ ബോധ്യമല്ലാതെ മനുഷ്യനെ തിരുത്തൂല. മതത്തോട് വിമുഖത കാണിച്ചിട്ട് കാര്യമില്ല. മതത്തെ ശത്രുവായി നിർത്തിയിട്ട് ലോകം നന്നാക്കാൻ ഇറങ്ങിയാൽ നന്നാവൂല. രാജ്യത്ത് നിയമങ്ങളില്ല. ഇവിടെ ഒരുപാട് നിയമങ്ങളും വ്യവസ്ഥകളും ഭരണഘടനകളും ഒക്കെ ഉള്ള രാജ്യത്താണ് എല്ലാവരും ജീവിക്കുന്നത്. പക്ഷെ അതിനൊന്നും ചെയ്യാൻ കഴിയാത്ത മരുന്ന്, അതിനൊന്നും ചെയ്യാൻ കഴിയാത്തൊരു പരിവർത്തനം, നല്ലൊരു ജീവിതം, അച്ചടക്കം മനുഷ്യനെ ശീലിപ്പിക്കാൻ കഴിയുന്നത് മതത്തിനാണ്. ആ മതമാണെങ്കിലോ വിശ്വാസത്തിലൂന്നിയാണ് നിൽക്കുന്നത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും സ്വർഗത്തിലും നരകത്തിലും ഇവരെല്ലാം കളിയാക്കുന്ന പരിഹസിക്കുന്ന ആ പരലോക വിശ്വാസം കൂടി ചേരുമ്പോഴേ ഈ വിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്ന സമൂഹത്തിനെ മാറി ചിന്തിക്കാൻ കഴിയൂ. അന്ന് അവിടെ അബ്ദുറഹ്മാൻ ബിൻ ഔഫിന്റെ വീട്ടിൽ നിന്ന് ആ ചഷകങ്ങൾ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു, ആ കൂജകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞു. ഇന്ത ഹൈനായ റബ്ബന, ഞങ്ങൾ നിർത്തി എന്ന് അവർ പറഞ്ഞപ്പോൾ അത് നമ്മളും കൂടിയാ പറഞ്ഞത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെയും നമ്മളെ കൂട്ടത്തിൽ 90% ഇന്ന് കേൾക്കുന്നതിൽ നേർക്കുനേരെ ഇവിടെ ഇരിക്കുന്നതിൽ 99% ആൾക്കാരും എൻ്റെ വിശ്വാസപ്രകാരം ജീവിതത്തിൽ ഒരിക്കൽ പോലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കണക്കാക്കുന്നത്. എന്തുകൊണ്ട് ഒഴിവാക്കിയത് നമ്മൾ? എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കാത്തത്? മാക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണോ? അല്ല. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ പഠിപ്പിച്ചു പോയ അധ്യാപനങ്ങൾ നമ്മുടെ നെഞ്ചിലെറ്റുന്നത് കൊണ്ട്, പടച്ചവനെ കുറിച്ചുള്ള വിശ്വാസമുള്ളത് കൊണ്ട്, പരലോകത്തെക്കുറിച്ച് വിശ്വാസമുള്ളത് കൊണ്ട്, അള്ളാഹുവിന് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും വിശ്വാസമുള്ളത് കൊണ്ട് തൊട്ടിട്ടില്ല, ഇനി തൊടാൻ ഉദ്ദേശവുമില്ല. അതാ വിശ്വാസം. ഈ വിശ്വാസം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാതെ ലഹരി വിമോചനം സാധ്യമല്ലെന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് മതത്തെ ശത്രുവാക്കി നിർത്തിക്കൊണ്ട് ലോകം നന്നാക്കാൻ ഇറങ്ങുന്നവർ വിഡ്ഢികളാണെന്ന് പറയാനുള്ളത്. അതുകൊണ്ട് ഗൗരവത്തോടെ ചിന്തിക്കുക. മുസ്ലിം സഹോദരങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക. നമ്മൾ കൃത്യമായ നിലയിലൊരു ജീവിത വീക്ഷണം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ വഴിയിലൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ അപകടം പതിയിരിക്കുന്നുണ്ട് ചുറ്റുമെന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാചകം, ലാ യസ്നി സാനി ഹീന യസ്നി വഹു മുഅ്മിൻ, ലാ യശ്റബുൽ ഖംറ ഹീന യശ്റബു വഹു മുഅ്മിൻ. ഒരു മനുഷ്യന് വിശ്വാസിയായിക്കൊണ്ട് വ്യഭിചരിക്കാൻ കഴിയില്ല, ഒരു മനുഷ്യന് വിശ്വാസിയായിക്കൊണ്ട് കള്ളു കുടിക്കാനും കഴിയില്ല എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ മദ്യപിക്കുകയാണ്
എങ്കിൽ ആ സമയത്ത് അവൻ ഈമാനില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം, ആ ഹദീസ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, ഈമാനുള്ളിടത്ത് ഈ ആഭാസത്തരങ്ങൾ കടന്നു വരില്ല. കാമിലായൊരു വിശ്വാസം, പരിപൂർണമായ പടച്ചവനിലും പരലോകത്തിലും അടിയുറച്ചൊരു വിശ്വാസമുള്ളൊരു വിശ്വാസിയിൽ നിന്ന് അത് മനസ്സിൽ നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും അയാൾ ഇത്തരം ആഭാസത്തരങ്ങൾ, വ്യഭിചാരമോ കള്ളുകൊടിയോ മോഷണമോ തുടങ്ങിയിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ല. അത് സാധ്യമല്ല. ഇനി അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈമാൻ ദുർബലമായ എന്നർത്ഥം. നമ്മുടെ ഈമാൻ ദുർബലമായ എന്നർത്ഥം. ഈമാൻ ഉണ്ട്, പക്ഷേ ഈമാൻ നമ്മുടെ ഇവിടുത്തെ കോവിഷീൽഡ് പോലെ അല്ലെങ്കിൽ കോവാക്സിൻ എന്ന് പറയും പോലെയുള്ള ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. പ്രതിരോധ വാക്സിനാണ് ഈമാൻ എന്നുള്ളത്. എല്ലാത്തിനും പ്രതിരോധ വാക്സിനാണ്. ഏത് തിന്മയെയും തട്ടിക്കളയാൻ പറ്റുന്ന ഒരു പ്രതിരോധ വാക്സിനാണ് ഈമാൻ. നെഞ്ചകത്തുണ്ടെങ്കിൽ നമ്മളിതൊന്നും ബാധിക്കൂല, നമ്മളിങ്ങ് ഈ തിന്മയിലേക്ക് പോവില്ല. അതാ വിശ്വാസത്തിൻ്റെ ബലമെന്നുള്ളത്. പക്ഷേ നമ്മളൊക്കെ ഇവിടെ കോവിഡ് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ കോവാക്സിനൊക്കെ എടുത്തത്. പക്ഷെ പിന്നെ കോവിഡ് വന്നപ്പോൾ പിന്നെ വന്നാലും വലിയ കടുക്കൂലെന്നായി, കടുത്താലും മരിക്കൂലെന്നായി, മരിച്ചാലും സുഖമരണമെന്നായി. ഈ അവസ്ഥയാണ് സംഭവം. ഇത് എടുത്തവർക്കെല്ലാം ഇത് വന്നിട്ടുമുണ്ട്, എടുത്തതിൽ പല ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഈമാനുള്ളത്. ഈമാനൊക്കെ ഉണ്ട്, പക്ഷേ ഏത് തെമാട് തരത്തിലും നമ്മുടെ മുമ്പിലും ഉണ്ട്. അതെന്ത് ഈമാനാണെന്നുള്ളതാണ്. ഈ ഈമാൻ അള്ളാഹുൽ അടിയുറച്ച വിശ്വാസം നമുക്ക് നിലനിൽക്കുക എന്ന സാഹചര്യത്തിൽ നമ്മൾ ഇനി തിന്മകൾ ഉണ്ടാവില്ല. എനിവേ, നമ്മൾ ഈ തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ സമയത്ത് നമ്മളിൽ നിന്ന് ഈമാൻ ദുർബലമായി നടത്തും. ഒരു വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യും, പ്രതിരോധത്തിന് ഒരു കാലഘട്ടമുണ്ട്. അത് കഴിയുമ്പോൾ പിന്നെയും ചാർജ് ചെയ്യണം, പിന്നെയും ചെയ്യേണ്ടി വരും. ഒരു TT എടുത്തു കഴിഞ്ഞാൽ അതൊരു കാലഘട്ടമുണ്ട്. ആ ഒരു കാലയളവ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക, ഇതൊക്കെ കമ്പിയോ മുള്ളോ ഒക്കെ കൊണ്ടു കഴിഞ്ഞാൽ ഒന്നുകൂടി TT എടുക്കേണ്ടി വരും. അതിന് ഒരു ശേഷി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെയാണ് നമ്മുടെ ഈമാൻ നിരന്തരമായി ബലപ്പെടുത്തുന്നത് നമ്മുടെ ബാധ്യതയാണ്. കാരണം ആ ഈമാനാണ് നമ്മളെ സദാചാരവും സംസ്കാരവും പിടിച്ചു നിർത്തുന്നത്. സമൂഹം മുഴുവനും തെറ്റി ഒഴുകുമ്പോൾ നമ്മൾ മാത്രം നേരെ സഞ്ചരിക്കുന്നതിൻ്റെ കാര്യം ആ ഈമാൻ്റെ ബലമാണ്. അതുകൊണ്ട് ഈമാൻ എപ്പോഴും പരിപോഷിപ്പിക്കണം. അള്ളാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള പ്രതീക്ഷകൾ, പടച്ചവന്റെ മുമ്പിൽ നിൽക്കുന്ന ദിവസത്തെക്കുറിച്ചുള്ള ബോധ്യവും ആ ഭയവും നമ്മളെ നിരന്തരം വെട്ടിയാടിക്കൊണ്ടേയിരിക്കണം. അത് മനസ്സിലുള്ളിടത്തോളം കാലം ഈ തിന്മകളിലേക്ക് നമ്മൾ കടന്നു പോവില്ല. നമ്മൾ എങ്ങാനും കടന്നുപോയാൽ പെട്ടെന്ന് ഈമാനിലേക്ക് മടങ്ങി വരാനും പശ്ചാത്തപിച്ചു മടങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയണം. തെറ്റിൽ നിന്ന് തിരുത്തിക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസിയുടെ ജീവിതമാണ് ഭൂമിയിൽ ഏറ്റവും മനോഹരമായ ജീവിതമായി അള്ളാഹു കണക്കാക്കുന്നത്. ചിന്തിച്ച് ഗൗരവത്തോടെ പ്രവർത്തിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.